എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നിങ്ങൾ ഈ യൂട്യൂബിൽ കൃഷി വീഡിയോസൊക്കെ കാണുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, എനിക്ക് ഇതേപോലെ ഒരു നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നെങ്കിലേന്ന്. അപ്പോൾ സമയം വൈകിട്ടില്ല. വർഷകാല കൃഷിക്ക് ഇപ്പോൾ നല്ല സമയമാണ്. മെയ് 15 മുതൽ ഇടവം തുടങ്ങുകയും അതേപോലെ കർക്കിടകം അവസാനിക്കുന്നത് ആഗസ്റ്റ് 15 വരെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സാധാരണയായിട്ട് നല്ല ശക്തിയായ മഴ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തൈകൾ നട്ട് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു ഇടമഴ കിട്ടിയിട്ട് നല്ല കാലാവസ്ഥയാണ്, തൈകളൊക്കെ നടാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുറമെന്ന് നല്ല പൈസ കൊടുത്തിട്ട് ജൈവവളത്തിനൊക്കെ ഭയങ്കര പൈസയല്ലേ, അങ്ങനെ വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു മരം ഉണ്ടാവും ഇല്ലേ, ഒരു 15-20 ഇലകൾ നിലത്ത് കൊഴിയും. അപ്പോൾ ഈ ഇലകളൊക്കെ പെറുക്കി എടുത്തിട്ട് ഒരു കവറിലിടുക. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന വേസ്റ്റ് അത് ഇതിൻ്റെ മുകളിലിടുക, കുറച്ച് മണ്ണിടുക, പിന്നെ കുറച്ച് കുമ്മായം. 10 ദിവസം കഴിഞ്ഞാൽ ഇതിലേക്ക് തൈകൾ നടാം. അപ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയോ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കുറച്ച് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് മഴക്കാലത്ത് കിട്ടും. നമ്മുടെ അടുക്കളയിലേക്ക് എന്നും ആവശ്യമുള്ള പച്ചക്കറികളാണ് മുളക്, വെണ്ട, വഴുതന, തക്കാളി. ഇതൊക്കെ മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകും. ഗ്രോ ബാഗിൽ നമുക്ക് വർഷം മുഴുവനും കൃഷി ചെയ്യാം. പക്ഷേ കൂടുതൽ വിളവ് ഉണ്ടാവുക മഴക്കാലത്താണ്. അപ്പോൾ നമുക്കും കൃഷി തുടങ്ങുകയല്ലേ. ഞാൻ പറയണ കുറച്ച് ടിപ്സ് നിങ്ങൾ പിന്തുടർന്നാൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഈ മുളക്, വെണ്ട, വഴുതന, തക്കാളി ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ടെറസിൽ കുറച്ച് സ്ഥലം മാറ്റി വെച്ച് അതിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ടെറസിലുള്ള ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ കുറച്ച് കൃഷിക്കാഴ്ചകളാണ്. നമുക്കിനി കാഴ്ചകളിലേക്ക് കടക്കാം. ഇവിടെ ഒരു ലൈൻ വെണ്ടത്തൈ ഉണ്ട് കേട്ടോ. ഇത് കായ പിടിച്ചു. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ഞൊട്ടങ്ങയുടെ തൈയാണ്. ഇങ്ങനെ ശാഖകളുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം 4 വെണ്ടക്കായ ഒരു തൈയിൽ നിന്ന് കിട്ടും. ഇത് കണ്ടില്ലേ, 1 2 3. അപ്പോൾ മെയിൻ തണ്ടിലാണ് ആദ്യം കായ്കൾ ഉണ്ടാവുക, പിന്നെ ഈ ശാഖകളിലുണ്ടാവും. ഇത് ഹരിത ഇനത്തിൽപ്പെട്ട വഴുതനയാണ്. ഇതെല്ലാതും ചീക്കട്ട് ചെയ്ത് അതിൽ ഇവിടെ 4 തൈയുണ്ട്. കായ്കളൊക്കെ കുറേ മുറിച്ചെടുത്തു. ഇത് വയലറ്റ് കളറുള്ളതാണ്. വയലറ്റ് സാധാരണ നീലിമ എന്ന് പറയാം. നിറയെ പൂവുണ്ടാവുന്നുണ്ട്, കായ പിടിച്ചിട്ടുണ്ട്. ഒരു കൊലയിൽ തന്നെ 2 എണ്ണം വീതം ഉണ്ടാവുന്നുണ്ട്. ഇത് ഹരിത ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ കുറേ കായ്കൾ മുറിച്ചെടുത്തു, വീണ്ടും പൂവിടുന്നുണ്ട്, കായ പിടിക്കുന്നുണ്ട്. ചീകട്ട് ചെയ്തുകൊണ്ട് തന്നെ ധാരാളം ശാഖകളുണ്ട് ഇതിൽ. ആ ശാഖകളിലൊക്കെ കായകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കുറച്ച് തക്കാളി തൈകളുണ്ട്. 10 തൈയുണ്ട്, പക്ഷേ കായ്ക്കണത് 5 എണ്ണമുള്ളൂ. 5 തൈ ഈ കായ്ച്ച് തീരുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പിൽ കായ്ക്കും. അങ്ങനെ ക്രമീകരിച്ച് നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർഷം മുഴുവൻ തക്കാളി പറിച്ചെടുക്കാൻ കിട്ടും. ഇതൊക്കെ പൂവ് ഇടണുള്ളൂ. പിന്നെ ഇവിടെ ചെണ്ടുമല്ലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, വെള്ളീച്ച, മീലിബഗ്, മണ്ടരി തുടങ്ങിയവ
ചെടികളെ അത്ര പെട്ടെന്ന് ആക്രമിക്കില്ല. അല്ലാതെ ഇതിൽ വന്നിരുന്ന് ഇരിക്കണ കാരണം ചെടികൾക്ക് അത്ര പ്രശ്നം ഉണ്ടാവാറില്ല. ഇത് പുതിനയാണ്. പിന്നെ ഇവിടെ കുറച്ച് മുളകുണ്ട്, വഴുതന, പിന്നെ അത് വിത്തിന് വെച്ച കായാണ്, മഞ്ഞ കളറിൽ പഴുത്തുണ്ട്. ഇതൊക്കെ വഴുതനയാണ്, വയലറ്റ് വഴുതന, നീലിമ. ഇതൊക്കെ വാട്ടുരോഗത്തിന് പ്രതിരോധ ശക്തിയുള്ള ഇനമാണ്. ഇത് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോയി കൊടുക്കുന്നത്. കായ്കൾ നല്ല വലിപ്പമുണ്ട്, പക്ഷെ ശാഖകൾ കുറവാണ്. ഇനി ഇതിൻ്റെ താഴെ ചുരക്കുണ്ടായിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ശാഖകളിലും കായകളുണ്ടാവുന്നുണ്ട്. ഈ കവറിട്ട് നിർത്തിയതൊക്കെ കായകളാണ്. ഇത് ഗ്രോ ബാഗിൽ നട്ട ഒരു വേപ്പ് മരമാണ് കേട്ടോ. നട്ടിട്ട് ഒരു 5 വർഷമായി. വീട്ടിലേക്ക് ആവശ്യമുള്ള വേപ്പിൻ്റെ ഇലയൊക്കെ ഇതിൽ നിന്ന് തന്നെ നുള്ളണത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം.